കുക്കുവിന്റെ വാച്ച വിടറ 15,000-ന്റെ 2 തള്ളുവണ്ടികൾ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഗൈസ്. ഡീസലില്ലാണ്ട് വണ്ടി ഓടുന്നത് കാരണം ഇങ്ങനെ രണ്ടാൾ ഫ്രണ്ടിലുണ്ടാകുമ്പോ ആങ്ങളെ വണ്ടി എല്ലാരും കൊടുക്കി. എല്ലാ കാക്കും കിട്ടി, കാക്കും കിട്ടി, നായ്ക്കും കിട്ടി. എനിക്ക് പേടിയാണ്. ഷഹന നിൽക്കുന്ന നോക്ക്. അങ്ങനെ എന്റെ പൊന്നോ, ഇല്ല അങ്ങട് അങ്ങട് എന്നെ എടുക്ക്. പണിക്ക് പോണ അവിടെ നിന്നോ, ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എടുത്തു കൊടുത്താൽ നിന്നെ എടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവർ നല്ല സ്നേഹമുള്ള ആൾക്കാർ. ഞങ്ങൾ വലിയനൊക്കെ മീനൊക്കെ എടുത്തു, നല്ല ഫ്രഷായിട്ട്. അതുപോലെ തന്നെ മീൻ അവർ അതുപോലെ തന്നെ തൂക്കിയിട്ട് തന്നെയാണ് തന്നെങ്കിലും കുറച്ച് നല്ല മീൻ കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ കുറേ മീനൊക്കെ മേടിച്ചു, നല്ല പെട്ടയ്ക്കിന മത്തിയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഐസ് ബോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ ഐസ് തന്നു. എന്നിട്ട് അതിലേക്ക് കുറേ രണ്ടൊഴിക്കാനും കുറേ മീനൊക്കെ വാങ്ങിച്ചു. അടിപൊളി മീൻ കണ്ട കുക്കു പെറുക്കി അടുക്കി വെക്കണം ഐസിൻ്റെ മേലെ. പിന്നെ മത്തി എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, നല്ല എന്താ പറയുക, അടിപൊളിയായിരുന്നു. അവനും വാങ്ങിച്ചു കുറേ, ഞങ്ങളും വാങ്ങിച്ചു. അങ്ങനെ ഒരു നല്ലൊരു അടിച്ചുപൊളിയായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിലും പോയി, ബീച്ചിലും പോയി, മീനും വാങ്ങിച്ചു. പിള്ളേർ കുറേ കടലിൽ ഇറങ്ങി കളിച്ചു. അവർ അപ്പുറത്തൂടെ വന്ന് അവരെടുത്ത് തരുമല്ലോ. എടുക്കണ്ട്, നിന്നെ തന്നെ എടുക്കും. അവരുടെ അപ്പുറത്തുണ്ട്. എടുക്കടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീൻ, വേറെ വെറൈറ്റി മീൻ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാളിൽ വന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മീൻ മേടിച്ചു. അതായത് ഒരു 2 എണ്ണം 1/2 കിലോന്ന് മേലെയുണ്ട് കേട്ടോ. അതെന്തോ ഒരു വട്ടത്തിലുള്ളൊരു വലിയ മുള്ളമീൻ പോലത്തെ വലുത്, പേരൊന്നും അറിയില്ല, അത് മേടിച്ചു. പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ വാങ്ങിച്ചു. അങ്ങനെ ചാളയാണ് കൂടുതൽ മേടിച്ചത് അവിടെ നിന്ന്, ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഞണ്ട് മേടിക്കാനൊക്കെ വന്നു, ഞണ്ട് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് മീൻ മേടിച്ച് വന്നു. അത് വണ്ടി ബാക്കിൽ തന്നെ വെക്കേ. വീട്ടിലെ ഭക്ഷണം ഫ്രീ ആയി കിട്ടും. ഞങ്ങളിങ്ങനെ വന്നപ്പോ അവര് പറഞ്ഞ അവിടെ വീട്ടിലെ ഭക്ഷണം ഉണ്ട് അത്രേ. അപ്പൊ പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കേറിയ ഈ മല്ലന്മാര് വീട്ടിലെ ഭക്ഷണം പൈസ കൊടുക്കണ്ട കൊണ്ട് കേറുണ്ട്. ബാക്കി അവിടെ പോയിട്ട് കാണാം ഗൈസ്. കാഷ്യർ നീരാകാശം. അതെ അതെ. പിള്ളേരെ വീട്ടിലൂണ്ട് അത്ര, നടക്കി കൈ മാത്രം കഴുകിയാൽ മതി. ഷന വീട്ടിലൂണ്ടാണ്, കൈ മാത്രം കഴുകിയാൽ മതി. നീരാകാശം.
പച്ചക്കടൽ. അതെ അതെ. ഗൈസ്, ഒരു അലവലാതി ഹോട്ടലിൽ പോയി ഭക്ഷണം തീരെ കൊള്ളൂല. 2 പെണ്ണുങ്ങൾ ഒരു വസ്തുവിനാകാം. അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ആനക്കോട്ട കാണാൻ വന്നു. ദേ കണ്ട നല്ല കളിയാണ് അവൻ, ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് എന്താ പറയുക, ഷോ ഇത് പാട്ടുണ്ടല്ലോ മറന്നു. എന്തോ ഒരു പാട്ടുണ്ട്, അത് മറന്നു. അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 10-25 ആന കണ്ടു. ഇനി ഒരു 20 ആന വരാനുണ്ട് അത്ര, പുറത്ത് പോയിരിക്കുക അത്ര, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഭയങ്കര വിഷമമുള്ള കാഴ്ചകളാണ്. ആന കാണാൻ പോയി കഴിഞ്ഞാൽ വിഷമമാണ്. മിണ്ടാപ്രാണികളെ ശരിക്കും മിണ്ടാപ്രാണികളെ എന്താ പറയുക, ഇതൊക്കെ കാട്ടിൽ വിട്ടൂടെ? എന്തിനീ മൃഗസംരക്ഷണ വകുപ്പ്, എന്തിനീ ആനയും എഴുന്നള്ളത്തും ഒക്കെ? അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഈ ആനയും മിണ്ടാപ്രാണികളെ തല്ലിക്കൂട്ടി തല്ലിച്ചതച്ച് അവർ പറയണ പോലെ ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് എനിക്ക് കണ്ടിട്ട് സങ്കടമായി. ആനക്കൊട്ടിലും അവിടെ ആനൻ്റെ കൂടും ഒക്കെ കൂടെ കണ്ടപ്പോൾ മഹാഭാവി അതിൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ. അത്രയ്ക്ക് വിഷമമുള്ള കാഴ്ചകളാണ് അവിടെ. ആനകളുടെ ഒക്കെ മതം പൊട്ടിയിട്ടും മറ്റേ മതപ്പാടളയിട്ട് ചെവി കൂടെയൊക്കെ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടമുള്ള കാഴ്ചയാണ് പിന്നെ കണ്ടത്. മിണ്ടാപ്രാണികളിനെയൊക്കെ ശരിക്കും റിലീസാക്കി കാട്ടിക്കൊണ്ട് വിടണം, അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് അത്രയ്ക്കും വിഷമിക്കുന്ന കാഴ്ചയാണ് ആനക്കൊട്ടിൽ ആന കാണാൻ പറ്റിയോ. കൊമ്പ് വളരുണ്ട് പൂക്കൂ, പെണ്ണല്ല അതായി ഇടയിൽ കൂടെ. ശരിക്കും നിന്നാ അറിയാലേ ഇതിൻ്റെ ഓരോന്ന് എന്തൊക്കെ ചെയ്യുന്നത്. വയറിൻ്റെ അവിടെ കൊതുക് കടിച്ചിട്ട് കൊതുക് കാട്ടി വീഴാണ് കുട്ടി. ഇതൊക്കെ വലിയ വലിയ പീസാണ് തിന്നുന്നത്. വലിയ വണ്ടിയാ എടാ, എല്ലാ ആനയും ഒരു കറുത്ത സാധനം 2 കൊമ്പുള്ളതല്ലേ. പേര് എനിക്ക് ആനനെ അറിയോ? പിന്നെ ഞാനിവിടെ ബീബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറ്റേ മാഷയ്ക്ക് കളി ഇളകി വരുന്നുണ്ടോ? എന്താ സുഖം കൊണ്ടാണ് കിടന്നിട്ടേ. പെണ്ണെ നോക്കുന്നത് പടത്തിന്റെ അത് തിന്നാൻ പൊട്ടിക്കാണ്. ഇതാണ് തല്ലിക്കൊല്ലണ സ്ഥലം, ജയില്. ആനനെ തല്ലിക്കൂട്ടണത് വെറുതെയാണ്. അതുകൊണ്ടാണ് വാഴപ്പിണ്ടി വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ലേ. പ്രായമുള്ള ആനകൾക്ക് വാഴപ്പിണ്ടി, അല്ലാത്തവർക്ക് നീര് വന്നൊക്കെ പൊട്ടി അളിഞ്ഞ്. കടപ്പുറത്ത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ ഇന്നലെ. കുറേ നായ്ക്കൾക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത്, കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ നല്ല രസമായിരുന്നു. ഫുള്ള് വെള്ളം അങ്ങനെ അടിച്ച് ഡ്രസ്സൊക്കെ നാശമായി. പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അവിടെ കഴുകാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇപ്പം ജൂൺ 5 അല്ലേ, അപ്പോൾ ഞങ്ങളവിടെ തേങ്ങ മുളച്ച് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജൂൺ 5 ഒരു പരിസ്ഥിതി. അങ്ങനെ ഞാൻ കിളി അവരൊക്കെ വെച്ചു. അവൾക്ക് ഇതിൽ വെളിയിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ കളിച്ചിട്ടുണ്ട്. ഞമ്മ അങ്ങനെ തുറക്കണം മുഴുകുന്നല്ലേ. ഷഹനാക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് 2 2.5 കിലോ.
ഇത് കഷ്ണം വെട്ടണം. തന്നല്ലോ ഒരു മീൻ തന്നല്ലോ അമ്മ. ഇത് വറുക്കട്ടെ. അപ്പോൾ കുറച്ച് മീൻ നമ്മൾ എന്ത് ചെയ്തു, വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഇത്രയും വെള്ളം വേണം, എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഫ്രഷായിരിക്കും മീൻ, ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, നല്ല ഫ്രഷായി. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ വെള്ളവും ലേശം ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെക്കും ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണേ. ബാക്കി കറി വെച്ചു, വറുത്തു, കുറേ ഫ്രഷ് മീൻ കിട്ടി, അടിപൊളിയായിരുന്നു. ഗൈസ് നിങ്ങളും പോകുക കേട്ടോ ഫ്രീ ആകുമ്പോൾ. എങ്കിൽ പോയരീ പറയണ് റെഡ്മി. അപ്പോൾ നമ്മൾ മീൻ കൊണ്ടുവന്നു, നേരെയാക്കി കറി വെച്ചു, ചാള കറി വെച്ചു. മറ്റുള്ള കറി ഇങ്ങനെ വറുക്കണം. പിന്നെ കുറച്ച് എടുത്ത് വെച്ചു, തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നിൽക്കാൻ പറ്റില്ല, പൂച്ച വരും. പൂച്ച വരുന്നേ. പൂച്ച വന്നാലോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പരിസരമൊക്കെ കാണാൻ വേണ്ടി നിൽക്കവൻ. എവിടെയൊക്കെ നോക്കുന്നേ, എവിടെയൊക്കെ നോക്കുന്നേ. വെയിൽ കൊള്ളണോ? എൻ്റെ എനിക്ക് വെയിൽ കൊള്ളണോ? വെയിൽ കൊള്ളണോ? പൂച്ച പറ്റേ നട. പൂച്ച വരൂ. എവിടെ നിന്റെ വീട്? എവിടെ വീട്? പൂച്ചയുണ്ട് ഇവിടെ. ബാബുദീ പോവുക, ബാ. എൻ്റെ കയ്യിൽ വരില്ല. അവന് വെയിൽ കൊള്ളണ ഇഷ്ടമല്ല. ഞാൻ ഇത്തിരി വെയിൽ കൊള്ളിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണേ. ബാടെ തന്നെ അമ്മൻ്റെ മകൻ. അമ്മൻ്റെ മകൻ. അമ്മൻ്റെ മകൻ എന്നെ പുറത്ത് കൊണ്ടുപോണ്ടാന്ന് പറഞ്ഞല്ല. മാറി. ആരെ നോക്കിയിരിക്കേ? മിന്നു വിളിച്ചാ കുട്ടിനെ? മിന്നു വിളിച്ചാ എന്നൊക്കെ പറയും. നീ പോടാ.